ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ യൂണിറ്റ് 1 ദ വാംത്ത് ഓഫ് ലവ് എന്ന് പറയുന്ന ഒന്നാമത്തെ യൂണിറ്റാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ദ വാംത്ത് ഓഫ് ലവ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അറിയാവോ നിങ്ങൾക്ക്? ലവ് എന്ന് പറഞ്ഞാൽ സ്നേഹം. അപ്പം സ്നേഹത്തിൻ്റെ ഊഷ്മളത, അതിൽ മനോഹരമായിട്ടുള്ള ഒരു പിക്ചർ ഉണ്ട് അല്ലേ? ചിത്രത്തിൽ എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്നത്? അല്ലേ, ചിത്രത്തിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് കുറച്ച് കുട്ടികൾ സന്തോഷത്തോടെ കളിക്കുന്നത് കാണുന്നുണ്ട്. പിന്നെ ഒരു ബെഞ്ചിൽ ഒരു അച്ഛനും അമ്മയും ഒരു ആൺകുട്ടിയും കൂടി സന്തോഷത്തോടെ സംസാരിക്കുന്നത് കാണുന്നുണ്ട്. പിന്നെ മരത്തിന് മുകളിലാണെങ്കിലോ 3 കുഞ്ഞുങ്ങളും ഒരു അമ്മക്കിളിയും കൂടെ സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണുന്നുണ്ട് അല്ലേ? ഇത്രയാണ് നമ്മൾ ഈ മനോഹരമായിട്ടുള്ള ചിത്രത്തിൽ കാണുന്നത്. ഈ ചിത്രത്തിൻ്റെ താഴെയായിട്ട് റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഒരു കോട്ടും നിങ്ങൾ കാണുന്നുണ്ടോ? എർത്ത് ഈസ് ദ റൈറ്റ് പ്ലേസ് ഫോർ ലവ്. എന്താണ് പറയുന്നത്? സ്നേഹത്തിന് ഭൂമിയാണ് ഏറ്റവും നല്ല സ്ഥലം, സ്നേഹിക്കപ്പെടാൻ ഭൂമിയാണ് ഏറ്റവും നല്ല സ്ഥലം എന്നാണ് റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഈ കോട്ടിൽ പറയുന്നത്. റോബർട്ട് ഫ്രോസ്റ്റ് ആരാണെന്ന് നിങ്ങൾക്കറിയാവോ? അദ്ദേഹം അമേരിക്കയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള പോയറ്റാണ്. അപ്പോൾ നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ എന്താ കാണുന്നത്? 2 പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ? 2 പിക്ചർ തന്നിട്ട് ഇവിടെ ചോദിച്ചിട്ടുണ്ട്, ലെറ്റ്സ് ലുക്ക് അറ്റ് ദ പിക്ചർ എബോവ്. 2 boys are getting ready for school. എന്താണ് 2 ചിത്രത്തിൽ അല്ലേ? 2 ചിത്രത്തിൽ 2 കുട്ടികൾ സ്കൂൾ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. വാട്ട് ഈസ് ദ ഫസ്റ്റ് ബോയ് ഡൂയിങ്? എന്താണ് ഫസ്റ്റ് കുട്ടി ചെയ്യുന്നത്? സന്തോഷത്തോടു കൂടി അമ്മയോട് യാത്ര പറയാണ് അല്ലേ? ഈസ് ഹി ഹാപ്പി? യെസ്, ഈസ് ഹി ഹാപ്പി? ഹാപ്പിയാണ് അല്ലേ? ഹാപ്പി ആയിട്ട് അമ്മയോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. വാട്ട് ഈസ് ദ റീസൺ? എന്തായിരിക്കും അതിന് കാരണം? അമ്മയോട് ഫ്രണ്ട്സിനെ കാണാനുള്ള സന്തോഷത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് യാത്ര പറയായിരിക്കും അല്ലേ? എന്നാൽ രണ്ടാമത്തെ ചിത്രം ഒന്ന് നോക്കിയേ. വാട്ട് അബൌട്ട് ദ സെക്കൻഡ് ബോയ്? എന്താണ് സെക്കൻഡ് ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത്? വാട്ട് ഈസ് ദിസ് മദർ ഡൂയിങ്? കുഞ്ഞ് സ്കൂളിലേക്ക് പോകാൻ തീരെ ഹാപ്പി ഇല്ല, സങ്കടത്തോടെ കരഞ്ഞു നിൽക്കുകയാണ് അല്ലേ? അമ്മ സമാധാനിപ്പിക്കുന്നുണ്ട് അല്ലേ? Now your teacher will tell you about his or her first day at school. അല്ലേ? ഇനി ടീച്ചർ നിങ്ങൾക്ക് അവരെ എക്സ്പീരിയൻസ് പറഞ്ഞു തരും. അവർ ആദ്യമായിട്ട് സ്കൂളിൽ പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. How was your first day at school? എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളെ ഫസ്റ്റ് ഡേ സ്കൂൾ? നിങ്ങൾ ക്ലാസ്സിലൊക്കെ ചർച്ച ചെയ്യുക. ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങളെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങളെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോറിയിലേക്ക് പോവാം അല്ലേ? എന്താണ് നമ്മുടെ സ്റ്റോറി? ദ കിസ്സിങ് ഹാൻഡ്. അപ്പോൾ നമുക്ക് സ്റ്റോറി ഒന്ന് റീഡ് ചെയ്യാം. In this story, a little raccoon named Chester is hastening about going to school. Now, let's see what happens to him. ഈ സ്റ്റോറിയിൽ ഒരു കുഞ്ഞു റാക്കോൺ ഉണ്ട്. ആ റാക്കോണിൻ്റെ പേരാണ് എന്താണ് പേര്? അവൻ്റെ പേരാണ് ചെസ്റ്റർ. ഈ ചിത്രം കണ്ടോ? ആ ഇരിക്കുന്ന മടിയനായിട്ട് ഇരിക്കുന്നത് കണ്ടോ? അതാണ് നമ്മളെ ചെസ്റ്റർ. ആ ചെസ്റ്ററിൻ്റെ സ്റ്റോറിയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് പറയുന്നത്? ചെസ്റ്റർ ഈസ് ഹെസിറ്റൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മടിച്ചു നിൽക്കുക. അപ്പോൾ നമ്മളെ ചെസ്റ്റർ ഇവിടെ സ്കൂളിലേക്ക് പോകാനായിട്ട് റെഡിയായി നിൽക്കാൻ മടിച്ച് നിൽക്കുകയാണ്. അതാണ് ആ ചിത്രത്തിൽ കാണുന്നത്. മടിച്ച് നിൽക്കുകയാണ് അവന് കേട്ടോ. എന്നിട്ട് എന്താ അവനക്ക് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ. Chester Raccoon stood at the edge of the forest and cried. എന്താണ് ചെസ്റ്റർ റാക്കോൺ ചെയ്തത്? ദ എഡ്ജ് ഓഫ് ദ ഫോറസ്റ്റ്. എഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താ? അറ്റം. അപ്പോൾ ഫോറസ്റ്റിൻ്റെ ഒരു അറ്റത്ത് പോയിരുന്നിട്ട് ചെസ്റ്റർ റാക്കോൺ കരയാണ് അല്ലേ? എന്തിനാണ് കരയുന്നത്? എന്താണോ പറയുന്നത്? ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. എനിക്ക് സ്കൂളിലേക്ക് പോകേണ്ട. He told his mother. അവൻ ആരോടാ പറയുന്നത്? അവൻ്റെ അമ്മയോട് പറയണം. I don't want to go to school. He told his mother, I want to stay home with you. എനിക്ക് അമ്മയുടെ കൂടെ ഇരുന്നാൽ മതി വീട്ടിൽ. I want to play with my friends. എനിക്ക് എൻ്റെ കൂട്ടുകാരികളോട് കൂടെ കളിക്കണം. I want to play with my toys. ടോയ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കളിപ്പാട്ടം അല്ലേ? നിങ്ങൾക്ക് ഉണ്ടാവില്ലേ ടോയ്സ്? എനിക്ക് വീട്ടിലിരുന്നിട്ട് എൻ്റെ ടോയ്സിൻ്റെ കൂടെ കളിക്കണം. I want to read my books. എൻ്റെ ബുക്ക് എനിക്ക് വായിക്കണം. I want to swing on my swing. എൻ്റെ ഊഞ്ഞാലയിലിരുന്ന് എനിക്ക് ഊഞ്ഞാലയാടണം. Please may I stay home with you. അമ്മയോട് പറയാണ്, എന്നെ വീട്ടിലാക്കൂ അമ്മേ.
നിന്റെ കൂടെ? എന്താണ് ചെസ്റ്റർ റാക്കൂൺ പറയാണ്, ചോദിക്കുകയാണല്ലേ അമ്മനോട്. പ്ലീസ് മേ ഐ സ്റ്റേ ഹോം വിത്ത് യു? എൻ്റെ വീട്ടിൽ നിന്റെ കൂടെ നിൽക്കാൻ സമ്മതിക്കൂ അമ്മേ? മിസ്റ്റർ റാക്കൂൺ took Chester by the hand and nozzled his ear. എന്താ അമ്മ ചെയ്തത്? അമ്മ റാക്കൂണിനെ കയ്യിലെടുത്തിട്ട് ചെസ്റ്ററിൻ്റെ എന്താ ചെയ്തത്? ചെവിയിൽ മൂക്കൊണ്ട് ഇങ്ങനെ ഒരതി. നമ്മൾ കൊച്ചു കുട്ടികളൊക്കെ ഇങ്ങനെ ശ്രദ്ധ കൊണ്ട് മൂക്കുകൊണ്ട് ഇങ്ങനെ കൊഞ്ചിക്കൂലേ, അതുപോലെ അവൻ്റെ അമ്മ അവനെ എടുത്തിട്ട് ഇങ്ങനെ മൂക്കുകൊണ്ട് നസിൽഡ് ഹിസ് ഹിയർ എന്ന് പറഞ്ഞാൽ എന്താ? മൂക്കുകൊണ്ട് ഇങ്ങനെ ഒരസി. ചെസ്റ്റർ ഡസ് നോട്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. വൈ? എന്തുകൊണ്ടായിരിക്കും ചെസ്റ്ററിന് സ്കൂൾ പോകാൻ ഇഷ്ടമില്ലാത്തത്? ഓക്കെ, പിന്നീട് എന്താ സംഭവിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം. അടുത്ത പേജ് എടുത്തോളൂ എല്ലാവരും. പിന്നീട് നമുക്ക് ഒരു മനോഹരമായിട്ടുള്ള ചിത്രം കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? ആരെ? ചെസ്റ്ററിൻ്റെ അമ്മ കയ്യിൽ ഇങ്ങനെ ഉമ്മ വെച്ച് കൊടുക്കുന്ന ഒരു മനോഹരമായ ചിത്രം. ഇനി നമുക്ക് നോക്കാം. Sometimes we all have to do things we don't want to do. എന്താണ്? ചില സമയത്ത് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. She told him gently. എന്താണ്? അവൻ്റെ അമ്മ അവനോട് ജെല്ലിയായിട്ട് പറഞ്ഞു. Even if this seems strange and scary at first. നമ്മൾ ആദ്യമായിട്ട് പോകുന്നൊരു സ്ഥലത്ത് നമുക്ക് ഭയമുണ്ടായിരിക്കും അല്ലേ? But you will love school once you start. എന്താ അമ്മ പറയുന്നത്? അങ്ങനെ ആദ്യമായിട്ട് നീ പോവുകയാണെങ്കിലും ഒരിക്കൽ നിനക്ക് സ്കൂൾ ഇഷ്ടപ്പെടും. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. നിനക്ക് പുതിയ കൂട്ടുകാരുണ്ടാകും, പുതിയ ടോയ്സുമായിട്ട് നിനക്ക് കളിക്കാം. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ്. നിനക്ക് പുതിയ ബുക്ക് വായിക്കാം, പുതിയ ഊഞ്ഞാലയിലാടാം എന്നൊക്കെ അമ്മ മൃദുവായി അവന് തലോടിക്കൊണ്ട് പറയാണ് അല്ലേ? ബിസൈഡ്സ് ഷീ ആഡഡ്, ഐ നോ എ വണ്ടർഫുൾ സീക്രട്ട് ദാറ്റ് വിൽ മേക്ക് യു നൈറ്റ്സ് at school seems as warm and cozy as your days at home. അതോടുകൂടി അമ്മ കൂട്ടിച്ചേർത്തു, എനിക്കൊരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സീക്രട്ട് അറിയാം. നീ വീട്ടിൽ എങ്ങനെയായിരിക്കുന്നോ അതുപോലെ നീ സ്കൂളിലും ആവാൻ കഴിയുന്ന ഒരു സീക്രട്ട് എനിക്കറിയാം. Chester wiped away his tears and looked interested. അത് കേട്ടപ്പോൾ ചെസ്റ്റർ എന്ത് ചെയ്തു? കണ്ണുനീരൊക്കെ തുടച്ചിട്ട് അവൻ അമ്മയെ ഇൻട്രസ്റ്റോടു കൂടി നോക്കി. സീക്രട്ട്? വാട്ട്? സീക്രട്ടോ? എന്തു തരം സീക്രട്ട്? അപ്പോൾ അമ്മ പറയാ, എ വെരി ഓൾഡ് സീക്രട്ട് സെഡ് മിസ് റാക്കൂൺ. അമ്മ കൂട്ടിച്ചേർത്തു, ഐ ലേൺഡ് ഇറ്റ് ഫ്രം മൈ മദർ ആൻഡ് ഷീ ലേൺഡ് it from her mother. It's called the kissing hand. ഒരു പഴയ സീക്രട്ടാണത്. അമ്മ പറഞ്ഞു, ഞാനത് പഠിച്ചത് എൻ്റെ അമ്മയുടെ അടുത്തുനിന്നാണ്. എൻ്റെ അമ്മ അത് പഠിച്ചതോ അമ്മയുടെ അടുത്തുനിന്നു. ഇറ്റ്സ് കോൾഡ് ദ കിസ്സിങ് ഹാൻഡ്. എന്താണ് ആ സീക്രട്ട്? ദ കോൾഡ് കിസ്സിങ് ഹാൻഡ്. ദ കിസ്സിങ് ഹാൻഡ്? കിസ്സിങ് ഹാൻഡോ? ആസ് ചെസ്റ്റർ ചോദിച്ചു. വാട്ട്സ് ദാറ്റ്? എന്താണത്? ഐ വിൽ ഷോ യു. ഞാൻ നിനക്ക് കാണിച്ചു തരാം, അമ്മ പറയാണേ. ഓക്കെ, അടുത്ത പേജ് എടുക്കാം. മിസ്റ്റർ റാക്കൂൺ took Chester left and spread his tiny fingers into a fan. എന്താ ചെയ്തത് അമ്മ? റാക്കൂണ് ചെസ്റ്ററിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് എടുത്ത് എന്താണ് ടൈനി ഫിഗർ അവൻ്റെ മൃദുലമായിട്ടുള്ള ആ കൈ ഫാന് പോലെ വിടർത്തി. ലേണിംഗ് ഫോർവേഡ് ഷീ കിസ്ഡ് ചെസ്റ്റർ റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. എന്നിട്ട് എന്താണ്? ലേണിംഗ് ഫോർവേഡ് മുന്നിലേക്ക് ഉയർത്തിയിട്ട് അവൾ എന്ത് ചെയ്തു? ചെസ്റ്ററിൻ്റെ റൈറ്റ് ഇൻ ദ മിഡിൽ, നടുവിലായിട്ട് അവൻക്കൊരു കിസ് കൊടുത്തു. ചെസ്റ്റർ ഫെൽറ്റ് ഹിസ് മദേഴ്സ് കിസ് റഷ് ഫ്രം ഹിസ് ഹാൻഡ്. അങ്ങനെ ചെസ്റ്ററിന് എന്താ ഫീൽ ചെയ്തത്? ഉമ്മ വെച്ചപ്പോൾ കൈ മൊത്തം അപ്പ് ഹിസ് ഹാൻഡ് ആൻഡ് ഇൻ ടു ഹിസ് ഹേർട്ട്. അവൻ്റെ കൈ മുതൽ അവൻ്റെ ഹൃദയത്തിൽ വരെ ആ കിസ് ഒരു ഫീലാക്കി. ഈവൻ ഹിസ് സിൽക്കി ബ്ലാക്ക് മാസ്ക് tingled with a special warmth.
നമുക്കറിയാം അല്ലേ, ഈ റാക്കോൺസിൻ്റെ മുഖം ഒരു മാസ്ക് പോലെയാണ് അല്ലേ. അപ്പം ഉമ്മ വെച്ചപ്പോൾ എന്താണ് റാക്കോൺസിന് തോന്നിയത്? അവിടെ സിൽക്കി ആയിട്ടുള്ള ബ്ലാക്ക് മാസ്ക് പോലെ ഒരു വിറയൽ അനുഭവപ്പെട്ടു അല്ലേ. മിസ്റ്റർ റാക്കോൺ സ്മൈൽഡ്. അമ്മ ചിരിച്ചു. നൗ ഷീ ടോൾഡ് ചെസ്റ്റർ. എന്നിട്ട് ചെസ്റ്ററിനോട് പറഞ്ഞു, വെനെവർ യു ഫീൽ ലോൺലി ആൻഡ് നീഡ് എ ലിറ്റിൽ ലവ് ഫ്രം ഹോം, ജസ്റ്റ് പ്രസ് യുവർ ഹാൻഡ് ടു യുവർ ചീക്ക് ആൻഡ് തിങ്ക്. എന്താണ് അമ്മ പറഞ്ഞത് അവനോട്? നിനക്ക് എപ്പോഴെങ്കിലും നീ ഒറ്റക്കായോ അതോ പേടി തോന്നുകയാണെങ്കിൽ നീ നിൻ്റെ അമ്മ ഈ കൈ വെച്ച കൈയല്ല, ഉമ്മ വെച്ച കൈ നിൻ്റെ 2 ചീക്കിലും അമർത്തിയിട്ട് നീ എന്ത് ചിന്തിക്കണം? മമ്മി ലവ്സ് യു, മമ്മി ലവ്സ് യു, നിൻ്റെ കൂടെ മമ്മിയുടെ സ്നേഹമുണ്ട് എന്ന് നീ ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. ആൻഡ് ദാറ്റ് വെരി കിസ് വിൽ ജംപ് ടു യുവർ ഫേസ് and fill you with thirstily warm thoughts. She took Chester's hand and carefully wrapped his fingers around the kiss. എന്നിട്ട് അമ്മ എന്ത് ചെയ്തു? ഷീ ടുക്ക് ചെസ്റ്റർ ഹാൻഡ് പിടിച്ചിട്ട് ആ കിസ് എങ്ങോട്ടും പോവാതെ കവിളിങ്ങനെ അമർത്തി റാപ്പ് ഇടുന്ന നമ്മൾ ചുറ്റും പൊതിഞ്ഞു കൊടുത്തു. അവൻ്റെ മൃദുലമായിട്ടുള്ള ആ ഫിംഗർ കൊണ്ട് ആ ഉമ്മയെ ഇങ്ങനെ റൗണ്ട് വെച്ച് എറൗണ്ട് ദ കീസ്, ആ കിസ് എങ്ങോട്ടും പോവാതെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോവാം. അങ്ങനെ അമ്മ പറയാണ്, നൗ ബി കെയർഫുൾ നോട്ട് ടു ലോസ് ഇറ്റ്. നീ ഇത് കളയാതെ സൂക്ഷിക്കണം. ഷീ ടെസ്റ്റഡ് ഹിം. അമ്മ പറഞ്ഞു കൊടുത്തു. ബട്ട് ഡോണ്ട് വറി, നീ വിഷമിക്കണ്ട. വെൻ യു ഓപ്പൺ യുവർ ഹാൻഡ് ടു വാഷ് ആഫ്റ്റർ ഹാവിങ് ഫുഡ്, ഐ പ്രോമിസ് ദ കിസ് വിൽ സ്റ്റിക്ക്. അമ്മയ്ക്ക് ഡൗട്ട് ഉണ്ട്. കാരണം ഇനി ഇവന് കയ്യിൽ നിന്ന് ആ കിസ് പോവോ എന്ന് വിചാരിച്ച് ഭക്ഷണം കഴിക്കാതെ ഇരിക്കുമോ എന്നുള്ളൊരു സങ്കടമുണ്ട്. അപ്പോൾ അമ്മ പറയണേ, നീ ഒരിക്കലും വിഷമിക്കരുത്. കാരണം എന്താ, നിൻ്റെ കൈ കഴുകുമ്പോൾ, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കൈ കഴുകുമ്പോൾ ആ കിസ് പോവോ എന്ന് നീ വിഷമിക്കണ്ട. അമ്മ പ്രോമിസ് ചെയ്യാണ്, ആ കിസ് അവിടെ തന്നെ ഉണ്ടാകും. ചെസ്റ്റർ ലവ്ഡ് ഹിസ് കിസ്സിങ് ഹാൻഡ്. ചെസ്റ്ററിന് ആ കിസ് ചെയ്ത ഹാൻഡ് ഭയങ്കര ഇഷ്ടമായി. നൗ ഹി ന്യൂ ഹിസ് മദേഴ്സ് ലവ് വുഡ് ഗോ വിത്ത് ഹിം wherever he went, even to the school. That night Chester stood in front of his school and looked thoughtful. അവന് പറയാണ്, അവന് നീ എവിടെ പോയാലും, ഈവൻ സ്കൂളിലാണെങ്കിലും അമ്മയുടെ സ്നേഹം എന്നും നിൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കും. അത് ഈവൻ സ്കൂളിലാണെങ്കിൽ പോലും അമ്മയുടെ സ്നേഹം നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. അങ്ങനെ അവനെ സ്കൂളിൻ്റെ മുന്നിലെത്തി, സ്കൂളിലേക്ക് പോവുകയാണ്. അങ്ങനെ അവന് ചിന്തിച്ചിട്ട് നോക്കി. എങ്ങോട്ടാണ് നോക്കിയത്? സഡൻലി ഹി ടേൺഡ് ടു ഹിസ് മദർ ആൻഡ് ട്രിൻഡ്. ഗിവ് മീ യുവർ ഹാൻഡ്, ഹി ടോൾഡ് ഹെർ. അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് അവൻ പറഞ്ഞു, ഗിവ് മീ യുവർ ഹാൻഡ്, നിൻ്റെ കയ്യും തരും അമ്മേ. ഹി ടോൾഡ് ഹെർ. ചെസ്റ്റർ ടൂക്ക് ഹിസ് മദേഴ്സ് ഹാൻഡ് ഇൻ ഹിസ് ഓൺ ആൻഡ് അൺഫോൾഡഡ് ഹെർ ലാർജ് familiar fingers into a fan. അവൻ എന്ത് ചെയ്തു? അമ്മ ചെയ്തതുപോലെ ലേൺ ഫോർവേഡ്. അവന് കൈൻ്റെ അടുത്തേക്ക് കുനിഞ്ഞിട്ട് അമ്മയ്ക്ക് തിരിച്ചും കിസ്സിങ് ഹാൻഡ് കൊടുത്തു അല്ലേ. കിസ്സിങ് ഹാൻഡ് ടു, ഇത് അമ്മയ്ക്ക് കിസ്സിങ് ഹാൻഡാണ് എന്ന് പറഞ്ഞിട്ട് ജെന്റലി ഗുഡ് ബൈ. സാധാരണ പറഞ്ഞ പോലെ ഗുഡ് ബൈ പറഞ്ഞു. ഐ ലവ് യു എന്ന് പറഞ്ഞു. ഐ ലവ് യു ചെസ്റ്റർ said as he turned and danced away. അങ്ങനെ അവന് ഡാൻസും കളിച്ച് തിരിച്ചു പോയി. മിസ്റ്റർ റാക്കോൺ വാച്ച്ഡ് ചെസ്റ്റർ സ്കാമ്പർ അക്രോസ് എ ട്രീ limb and enter the school. എന്താണ് അമ്മ റാക്കോൺ ചെയ്തത്? ചെസ്റ്റർ പാട്ടും പാടി ഇങ്ങനെ പോകുന്നത് ഒരു മരത്തിൻ്റെ സ്കാമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? മരത്തിൻ്റെ ചുവട്ടിൽ നിന്നിട്ട് ഇങ്ങനെ പതിഞ്ഞ് നോക്കി നിന്ന് അവൾ സ്കൂളിൽ പോകുന്നതും അവന് സ്കൂളിൽ പോകുന്നതും നോക്കി നിന്നു. ആസ് ദ ഫസ്റ്റ് ബെൽ ഓഫ് ദ ന്യൂ സ്കൂൾ ഇയർ വാങ്. അതെന്താ, ആ വർഷത്തെ ഫസ്റ്റ് സ്കൂൾ ദിവസത്തെ ആ ബെല്ല് മുഴങ്ങി. ഷീ പ്രസ്ഡ് ഹെർ ലെഫ്റ്റ് ഹാൻഡ് ടു ഹെർ ചീക്ക് ആൻഡ് സ്മൈൽഡ്. അപ്പോൾ അമ്മ എന്താ ചെയ്തത്? അവളുടെ ഹാൻഡ് അവളെ കവിളത്ത് ഇങ്ങനെ
അമർത്തി എന്നിട്ട് പുഞ്ചിരിച്ചു. കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ദ വാംത്ത് ഓഫ് ചെസ്റ്റർ കിസ് ഫീൽഡ് ഹേർട്ട് വിത്ത് എ സ്പെഷ്യൽ വേർഡ്. അവൻ ആ കയ്യിൽ കൊടുത്ത കിസ്സിങ് ഹാൻഡ് അമ്മയുടെ ഹൃദയം മൊത്തം സന്തോഷവാനാക്കില്ലേ? സന്തോഷം മാത്രമല്ല, ഹൃദയത്തിൽ ഇങ്ങനെ മുഴങ്ങി. എന്താണ് ആ മുഴങ്ങിയത്? ഒരു പാട്ട് പോലെ അത് പുറത്തേക്ക് വന്നു. ചെസ്റ്റർ ലവ് യു ഇറ്റ് സാങ്, ചെസ്റ്റർ ലവ് യു, ചെസ്റ്റർ ലവ് യു. അമ്മയുടെ ഹൃദയം മൊത്തം ഈ പാട്ട് ഇങ്ങനെ പാടി, ചെസ്റ്റർ ലവ് യു ഇറ്റ് സാങ്, ചെസ്റ്റർ ലവ് യു. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ സ്റ്റോറി എഴുതിയത് ആരാണെന്ന് അറിയാവോ നിങ്ങൾക്ക്? അതിന് മുന്നേ നിങ്ങൾക്ക് ഇവിടെ 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഹു ആർ ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി? ഓൺലി 2 ക്യാരക്ടർ അല്ലേ? സിമ്പിൾ. വിച്ച് പാർട്ട് ഓഫ് ദ സ്റ്റോറി ഡു യു ലൈക്ക് ദ മോസ്റ്റ്? വൈ? ഈ പാഠഭാഗത്ത്, ഈ കഥയുടെ ഭാഗത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണ്, എന്തുകൊണ്ടാണ് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇനി ഈ കഥ എഴുതിയത് ആരാന്നറിയോ നിങ്ങൾക്ക്? Audrey Penn is an American writer of stories of children. She is best known for The Kissing Hand, a picture book featuring raccoons with human qualities. അപ്പോൾ ഈ സ്റ്റോറി ഇവിടെ തീരുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആക്ടിവിറ്റീസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ ബൈ, ഗുഡ് ബൈ.